Hello all, welcome to Learnino. ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ എന്നുള്ള സെക്ഷനിലെ MCQs ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ ഈ സിലോജിസം പോലെ തന്നെയുള്ള ഒരു ടോപ്പിക്കാണ്. കുറച്ച് വ്യത്യാസമുണ്ട്. എന്താന്ന് വെച്ചാൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ടാവും. അത് നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൽ നിന്ന് എങ്ങനെ ഒരാൾക്ക് ഷെയ്ക്കൻഡ് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ മീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള കൺക്ലൂഷൻ നമുക്ക് ട്രൂ ആണ്. കാരണം മീറ്റ് ചെയ്യാതെ ഷെയ്ക്കൻഡ് കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ നേരെ തിരിച്ച് അയാളെ മീറ്റ് ചെയ്തു എന്നാണ് സ്റ്റേറ്റ്മെന്റ്, അയാളെ ഷെയ്ക്കൻഡ് കൊടുത്തു എന്നാണെങ്കിൽ ആ കൺക്ലൂഷൻ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, പോസിബിലിറ്റി മാത്രമാണ്. ആ രീതിയിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളുടെ കുറിച്ച് നിർദ്ദേശം പറഞ്ഞുതരാം. In the following questions, 1 or 2 statements are followed by 2 conclusions, 1 and 2. You have to consider the statements to be true even if they seem to be at variance from commonly known facts. You have to decide which of the given conclusions, if any, follow from the given statements. Statement idana: Alexander visited Egypt. Cleopatra was the queen of Egypt. അപ്പോൾ Alexander met Cleopatra. Egypt was a monarchy. ഇതില് ഈ ക്യൂവിന് എപ്പോഴും മൊണാർക്കിനെ ആയിരിക്കും ഭരിക്കുക. അപ്പൊ രണ്ടാമത്തെ കൺക്ലൂഷൻ ട്രൂ ആണ്. പക്ഷെ അലക്സാണ്ടർ ക്ലിയോപാട്രയെ മീറ്റ് ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. So answer is option D, only conclusion 2 follows. India is a democratic country. Pakistan is a democratic country. India and Pakistan are both democratic. India and Pakistan are neighbors. Neighbors എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കോമൺലി നോൺ ഫാക്ട്സ് ഉപയോഗിച്ചിട്ട് ഇവര് നെയ്ബേഴ്സ് ആണല്ലോ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യാൻ പാടില്ല. ഇവർ തന്ന സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് എന്തൊക്കെ ഫോളോ ചെയ്യുന്നത് മാത്രം എടുക്കുക. അപ്പൊ ഇവിടെ ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ് ഉള്ളതാണ് ഉത്തരമായിട്ട് വരിക. Cricket is played with red balls. Snooker uses many red balls. Cricket can be played with cricket balls. Snooker can be played with a cricket ball. Cricket can be played with snooker balls. അപ്പോൾ ഇവിടെ both the conclusion 1 and 2 follows, since there is no difference between red ball as used in the statement. കാരണം സ്റ്റേറ്റ്മെന്റിൽ റെഡ് ബോൾ എന്നുള്ളതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ റെഡ് ബോൾ തമ്മിൽ വ്യത്യാസമില്ല. സ്നൂക്കർ പ്ലേ ചെയ്യുന്ന റെഡ് ബോളും ക്രിക്കറ്റ് പ്ലേ ചെയ്യുന്ന റെഡ് ബോളും തമ്മിൽ വ്യത്യാസമില്ല. അപ്പൊ ക്രിക്കറ്റ് പ്ലേ ചെയ്യുന്ന റെഡ് ബോൾ വെച്ച് സ്നൂക്കർ കളിക്കാം, സ്നൂക്കർ പ്ലേ ചെയ്യുന്ന റെഡ് ബോൾ വെച്ച് ക്രിക്കറ്റ് കളിക്കുക. അതുകൊണ്ട് രണ്ട് കൺക്ലൂഷനും ഫോളോ ചെയ്യുന്നുണ്ട്. Many people are rich and educated. Many educated people are poor. Rich people are educated. Poor people are educated. രണ്ടും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല തന്ന സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന്. അപ്പൊ നെയ്തർ ഫോളോസ് അല്ലേ? കാരണം മെനി പീപ്പിൾ ആർ റിച്ച് ആർ എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ച് എഡ്യൂക്കേറ്റഡും ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് എന്നേ അർത്ഥമുള്ളൂ. അതിനർത്ഥം റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എല്ലാം എഡ്യൂക്കേറ്റഡ് ആണെന്നില്ല. മെനി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ആർ പുവർ. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ഒരുപാട് പേര് പുവറുമാണ്. അതിനർത്ഥം പുവർ പീപ്പിൾ എല്ലാം എഡ്യൂക്കേറ്റഡ് ആണെന്നും അല്ല. ഓക്കെ. The government provides subsidies to help rich people. Conclusion: rich people need help. Rich people get subsidies. Neither conclusion follows. Conclusion 1 is incorrect because if government helps someone, it does not imply that someone definitely need help. Help ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്ക് ഹെൽപ്പ് ആവശ്യമാണെന്നില്ല. ചിലപ്പോൾ ഹെൽപ്പ് ആവശ്യമില്ലാത്ത ഒരാൾക്ക് ഗവൺമെന്റ് സാധനങ്ങൾ കൊടുക്കാം, അല്ലെങ്കിൽ സബ്സിഡീസ് കൊടുക്കാം. ഇനി കൺക്ലൂഷൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് ഇൻകറക്റ്റ് ആണ്. കാരണം റിച്ച് പീപ്പിളിന് സബ്സിഡീസ് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. റിച്ച് പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യാൻ സബ്സിഡീസ് കൊടുക്കുന്നു എന്നേ പറയുന്നുള്ളൂ. എല്ലാ റിച്ച് പീപ്പിളിനും സബ്സിഡീസ് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ നെയ്തർ ഫോളോസ്. ഇനി അടുത്ത set of questions ഉള്ള instruction. Each of the following questions consists of statements followed by two conclusions. Read the given statements carefully and identify which of the conclusion directly follow. The function of science is to supply reliable and relevant information to the society. Its information is reliable due to its elaborate technique of verification and also because its information is capable of surviving for centuries. Conclusion. Scientific information is beyond the scope of revision. Scientific information is verifiable. ഇതിൽ രണ്ടാമത്തെ മാത്രമേ ട്രൂ ഉള്ളൂ. ഒന്നാമത്തെ അതായത് സ്കോപ്പ് ഓഫ് റിവിഷൻ എന്ന് പറയുന്ന കാര്യം നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ടഫറായിട്ട് വരികയാണ്. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. All beggars are poor. If the above statement is true, which of the following conclusion can be drawn? All those who are poor are beggars. എന്ന് പറയാൻ പറ്റില്ല, ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. All beggars are poor എന്നേ പറഞ്ഞിട്ടുള്ളൂ. All poor are beggars എന്ന് പറഞ്ഞിട്ടില്ല. If A is rich, then A is not a beggar. Rich ആയിട്ടുള്ള ആൾക്കാർ beggar അല്ല എന്നും പറഞ്ഞിട്ടില്ല. If A is not rich, then A is not a beggar. അതും പറഞ്ഞിട്ടില്ല. If A is a beggar, then A is not rich എന്ന്. കാരണം A beggar ആണെങ്കിൽ A poor ആണ്. A poor ആണെങ്കിൽ A rich അല്ല. അതുകൊണ്ട് കൺക്ലൂഷൻ D മാത്രമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. No children are voters. All adults are voters. No voters are children. ഇവിടെ given statement is universal negative. Conclusion 2 is converse of it. Appo only conclusion 2 follows. No voters are children. No children are voters പറഞ്ഞാൽ ഒരു കുട്ടിയും വോട്ടർ അല്ല. അതിനർത്ഥം ഒരു വോട്ടർ കുട്ടിയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. Philanthropes, with their human compassion and zeal to help the needy, have contributed to human welfare in every society. Conclusion. Rich persons are philanthropes. Poor people cannot act as philanthropes. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഫിലാന്ത്രോപ്സ് എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റിച്ച് ആവാം, പുവർ ആവാം. അപ്പോ neither 1 or 2 is implicit. അവസാനത്തെ ക്വസ്റ്റ്യൻ. Fertilizer consumption in India in 1984 to 85 was 8.21 mt. By 1990 it was 13.75 mt and by 2000 it's expected to reach 16 mt. mt എന്ന് പറയുമ്പോൾ മില്യൺ ടൺസ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അത് പോട്ടെ. What is your conclusion? Given data indicates that there is a steady increase of fertilizer consumption. അത് നമുക്ക് ഈ ഡാറ്റയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഈ ഇയർ ടൈമില് 8.21 ഉണ്ടായിരുന്നത് 1990 ആയപ്പോൾ 13.75 ആയി, 2000 ആയപ്പോൾ 16 ആയി. അപ്പൊ സ്റ്റഡി ഇൻക്രീസ് ഇൻ ഫെർട്ടിലൈസർ കൺസംഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. മറ്റേതിലെ ഒരു കാര്യം കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. സ്റ്റഡി ഡിക്രീസ് ഉണ്ടെന്നോ കൺസംഷൻ ഡസ് നോട്ട് ഷോ എനി ട്രെൻഡ് എന്നോ നമുക്ക് പറയാൻ പറ്റില്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.